ഇഡിയെ ആക്രമിച്ച CPM-ന്റെ ഗുണ്ടകൾക്ക് ജാമ്യം കൊടുക്കരുതെന്നാണ് കോടതി പറഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധ്യതയുണ്ടെന്നാണ്. ഇപ്പോൾ ഇന്ന് ആവുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഏതാണ്ട് അധികമായ 6 പേരെ കൂടി ഏതാണ്ട് 24ഓളം പേര് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ്. സംഘം ചേർന്ന്, അതായത് ഇഡി ഉദ്യോഗസ്ഥരെ കൈ കിട്ടി ഇടിച്ച് റെഡിയാക്കുക, കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് കോടതിക്ക് പോലും. കോടതി പറയുന്നുണ്ട് ഇതൊക്കെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളും സർക്കാരിനും ഒക്കെ എതിരായിട്ട്, വ്യവസ്ഥിതിക്കും ഒക്കെ എതിരായിട്ടുള്ള ആക്രമണമായിട്ടേ കണക്കാക്കാൻ കഴിയുള്ളൂ എന്ന് കോടതി വരെ പറയുന്നുണ്ട്. അപ്പോൾ ഇവന്മാരിനി പുറത്തിറങ്ങുമോ ഈ CPM ഗുണ്ടകൾ? ഈ കേസിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഏറ്റവും വലിയ പ്രശ്നമുള്ളത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥന്മാരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, സംഘം ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ചു, അവരെ എന്താ പറയുക, അവരുടെ വാഹനങ്ങൾ നശിപ്പിച്ചു, അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി തടസ്സപ്പെടുത്തി. ഇങ്ങനെ ഒരു 100 കൂട്ടം ചാർജ് അവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കാം. അതോടുകൂടി അവർക്ക് ജാമ്യം കിട്ടാനായിട്ടുള്ള സാധ്യത കുറവാണ്. കുറേ അധികം നാൾ അവിടെ ഉള്ളിൽ കിടക്കേണ്ടി വരും അവർക്ക്. അപ്പോൾ ഇത് വളരെ കുറ്റകരമായ ഒരു കൃത്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഈ സഖാക്കൾക്കൊന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി അറിയില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അതിൽ ഈ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവർ കുറേ യുവതികളെയൊക്കെ ചോദ്യം ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭരണകൂടത്തോട് ഇത്ര ദേഷ്യം? GDP താണുപോയി. എന്ത് GDP? അതൊന്നും എനിക്കറിയാൻ പാടില്ല, ഒരു പെൺകുട്ടി പറഞ്ഞാണ്. അറിയില്ല അവർക്ക്. അപ്പോൾ GDP താണു ഒന്നും സഖാവ് പറഞ്ഞു, ഞങ്ങളത് ഏറ്റു പറയണു, അത്രയാണ് അവരുടെ പറയുന്നുള്ളൂ. അപ്പോൾ അതേപോലെ ഇഡി എന്ന് ഇവർ പറയുന്നുണ്ട്. 3 ജയരാജന്മാരും പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രിട്ടാസും പൊട്ടാസും ഒക്കെ പറയുന്നുണ്ട്. അല്ലാണ്ട് ഇവർക്ക് എന്താണെന്നറിയില്ല ഇഡി എന്ന് പറയുന്നത്. ഇഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് ഗുഡ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അവർക്ക് അന്വേഷിക്കാനായിട്ട് എവിടെ കയറി രാഷ്ട്രപതി ഭവനിൽ അവർക്ക് പോയി അന്വേഷണം നടത്താം. അവർക്ക് മനസ്സിലായില്ലേ? അത്രമാത്രം പവർഫുൾ ബോഡി. അതുകൊണ്ടാണ് ഇഡിയിൽ ഏറ്റവും എമംഗ് ദ ബ്രൈറ്റസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അതിൽ ജോലി ചെയ്യണേ. ഒരു സഞ്ജയ് ശർമ്മ എന്നിട്ട് പറഞ്ഞൊരാളായിരുന്നു 2014 ഇവർ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഇഡിയുടെ ഡയറക്ടർ. അയാൾക്ക് മാക്സിമം എക്സ്റ്റൻഷൻ കൊടുത്തു അവർ. കാരണം അയാൾ അത്രമാത്രം കൃത്യനിർവഹണത്തിൽ വളരെയധികം കർശനക്കാരനാണ്. അവസാനം സുപ്രീം കോടതി തന്നെ ചോദിച്ചു, ഇദ്ദേഹം അല്ലാണ്ട് വേറെ ആരും ഇല്ലേ, ഇനി കൊടുക്കരുത് കേട്ടോ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടാണ് മാറ്റിയത്. അന്ന് ഇവരാദ്യം പറഞ്ഞത് പകരം ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ഒരു ഇഡി ടീം മലപ്പുറത്ത് ഒരു റെയ്ഡിന് വന്നിരുന്നു, ഒരു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാവിൻ്റെ വീട്ടിൽ. അപ്പോൾ അവരെ ഈ സംഘം ചേർന്ന് വളഞ്ഞു വെച്ചു പോപ്പുലർ ഫ്രണ്ടുകാർ. എന്നിട്ട് അവർ CRPFനെ ഫോൺ ചെയ്ത് വരുത്തിയിട്ട് CRPF കമാൻഡോസാണ് അവരെ സുരക്ഷിതരായിട്ട് അവരുടെ ഓഫീസിലേക്ക് പോകാനായിട്ടുള്ള വഴി ഒരുക്കി കൊടുത്തത്. അന്ന് ഞാൻ ജേക്കബ് തോമസില്ലേ, പഴയ DGP ഡോക്ടർ ജേക്കബ് തോമസ്, അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ അവർ കാണിച്ച ഭയങ്കര മണ്ടത്തരല്ലേ. അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്തിടാൻ പറ്റും. ഇഡിന് അതല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നാൽ അവരെ ഒരു കാലത്തും തടയാനായിട്ട് അവർക്ക് അധികാരമില്ല, ചെയ്യാനേ പാടില്ല. അവർ വരുന്ന തോക്കും കൊന്തുമായിട്ടൊന്നും അല്ലല്ലോ അവർ വരുന്നത്. അവർ പരിശോധനയ്ക്ക് വരുന്നതാണ്. പരിശോധന കഴിഞ്ഞാൽ അവർ പോകും. അവർക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എഴുതി കൊടുക്കുക, ഇന്ന ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും. അതുപോലത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. സാധാരണ കേരള പോലീസിലെ കോൺസ്റ്റബിൾമാരല്ല അവരെ. ഇവരതേ കണ്ടിട്ടുള്ളൂ. ഇടിയും കുട്ടമ്പിള്ളനെയും പിന്നെ ചങ്കൂത്തി ചാക്കോനെയൊക്കെ ഇവർ കണ്ടിട്ടുള്ളൂ. അവിടെ ഇരിക്കണ മുഴുവൻ പലരും ചാർട്ടേഡ് അക്കൗണ്ടന്മാരൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ, IRS ഉദ്യോഗസ്ഥന്മാരിൽ. അപ്പോൾ അവരെ ആക്രമിച്ചത് തെറ്റായിപ്പോയി. അവരെ ആക്രമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ വിളിച്ചു വരുത്തിയതായിരിക്കും മിക്കവാറും എന്ന് തോന്നുന്നു, ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആൾ ഫോൺ ചെയ്തിട്ടുണ്ടാവും ആരോടെങ്കിലും, ശിവൻകുട്ടിയുടെ അടുത്തൊക്കെ പറയണം, അവിടെ നീ ഒരു 10-50 ഗുണ്ടകൾ എഞ്ചു വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വിട്ടതായിരിക്കും മിക്കവാറും. ഏതായാലും ഈ പറയുന്ന ഗുണ്ടകളിൽ പ്രധാനിയായിട്ടുള്ള ഈ പറയുന്ന ആക്രമണം നടത്തിയ ആൾക്കാരിൽ പ്രധാനികളായിട്ടുള്ളവരെയൊക്കെ തന്നെ ആദ്യ ദിവസം പിടിച്ചു. അത് അവർ കുറേ പേര് പാർട്ടി ഓഫീസിൽ വിളിച്ചിരുന്നു. അതിന് പിന്നാലെ വന്നവരെയും ഏതായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് പറയുന്നത്. സാർ, ഇതിൻ്റെ അകത്ത് ഇനി ഇഡി വരുമ്പോഴത്തേക്കും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇനിയും ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്.
അല്ല ഇനിയിപ്പോൾ റെയ്ഡ് നടക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം റെയ്ഡ് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെയ്ഡ് നടക്കുമെന്നൊന്നും അറിയില്ല. റെയ്ഡ് നടക്കുകയാണെങ്കിൽ തന്നെ അവരെ ആക്രമിച്ചാൽ അത് രൂക്ഷമാവും പ്രശ്നം. ഇപ്പം തന്നെ ഈ മമതാ ബാനർജീനെ സുപ്രീം കോടതി വരെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലേ? കുറച്ച് നാൾ മുമ്പ് ഐപാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓഫീസിൽ ED സംഘം ചെന്നപ്പോൾ ഇവർ ഇടിച്ചു കയറി ചെന്ന് അവിടുന്ന് ലാപ്ടോപ്പും ഫയലൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളത് എടുത്തുകൊണ്ട് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടാവുന്നു, ഞങ്ങൾ അത് അന്വേഷിക്കാൻ വന്നതല്ല. എന്നിട്ടും ഈ തള്ളയ്ക്ക് യാതൊരു ബോധമില്ല, അവരതൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അത് കേസായി. ഈ കേസായി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ചോദിച്ചു, ഇത് ഒരു പുതിയ സംവിധാനം, പുതിയ സിസ്റ്റമാണല്ലോ ഇത് ഈ കീഴ്വഴക്കം ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അലൗ ചെയ്യാനോ സമ്മതിക്കില്ല, അവർ ചെയ്ത് തെറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതിൽ കൗൺസിലർമാർ വരെയുണ്ട്. CPM-ന്റെ തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിലറായിരുന്ന ആൾക്കാർ തൊട്ട് CPM-ന്റെ വലിയ നേതാക്കൾ വരെ ഇതിൻ്റെ അകത്ത് ഈ ആക്രമണത്തിൻ്റെ പങ്കാളികളായിട്ടുണ്ട് എന്നാണ് ED പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനെ കൂടി നിയോഗിക്കാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അല്ല, ഈ പ്രത്യേക അന്വേഷണ സംഘം ആരാ പ്രിയൻ, ആരാ നിയമിക്കണ? സംസ്ഥാന ഗവൺമെന്റാ? സംസ്ഥാന ഗവൺമെൻറ് ആയിരിക്കില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ ബോഡിയുടെ നേതൃത്വത്തിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മേൽനോട്ടത്തിൽ വേണമെങ്കിൽ അന്വേഷണം നടത്തിക്കാമല്ലോ. പിന്നെ അവസാനം സോളാർ കേസ് അന്വേഷിക്കാനായിട്ട് ഒരു റിട്ടയർഡ് ജഡ്ജിനെ വെച്ചു. ആ ജഡ്ജിയുടെ റിപ്പോർട്ട് പോലെ ആവില്ലല്ലോ. അപ്പോയിൻ്റ് ചെയ്ത് ഉമ്മൻചാണ്ടിയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭരണം മാറി കഴിഞ്ഞപ്പോൾ അതേ അന്വേഷണ കമ്മീഷൻ എന്താ പറയണ, ഉമ്മൻചാണ്ടിനെ കുറ്റവിമുക്തനാക്കുമോ, എന്താ കുറ്റാരോപിതനാക്കുമോ എന്നാണ്ടൊക്കെ ചെയ്ത് എഴുതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതിക്ക് ഇവർ വേറെ എന്തോ ഒരു പോസ്റ്റ് ഓഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ജഡ്ജിമാർ റിട്ടയർ ആയി കഴിഞ്ഞാൽ വീട്ടിൽ ചൊറിയും കുത്തി ഇരിപ്പാണല്ലോ, എന്തെങ്കിലും ഒരു പദവി കിട്ടാൻ നോക്കിയിരിക്കാണല്ലോ ഇവരെല്ലാവരും. അപ്പോൾ ഇതിന് അതല്ലെങ്കിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്നും ഒരു പ്രത്യേക അന്വേഷണ ടീമിനെ നിയമിക്കണം. അതല്ലാതെ ഈ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പം ശബരിമലയിലേക്ക് അപ്പോയിൻ്റ് ചെയ്തല്ലേ, ആർക്കും ആണെങ്കിലും SIT അപ്പോയിൻ്റ് ചെയ്യാം. SIT എന്ന് പറഞ്ഞാൽ സിറ്റ് ഇരിക്കുക അവിടെ, അതാണ് നടക്കാൻ പോണേ ഇവർ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഈ കരിമണൽ കർത്താവിൻ്റെ അടുത്ത് നിന്ന് കോൺഗ്രസ്സുകാരും കാശ് മേടിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗിൻ്റെ പ്രമാണിമാരും കാശ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ യു സ്ക്രാച്ച് മൈ ബാക്ക്, ഐ സ്ക്രാച്ച് യുവർ ബാക്ക് എന്നുള്ള പോളിസി ആയിരിക്കും മിക്കവാറും ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇവർ ചെയ്യണ തെറ്റാ, മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ചെയ്ത തെറ്റാ. ഗുണ്ടകളെ വിട്ടിട്ട് ED-നെ ഉപദ്രവിപ്പിച്ചത് തെറ്റ് തന്നെയാണ്. ഒരു കാരണവശാലും അത് ന്യായീകരിക്കാൻ പറ്റില്ല. അവർ അവിടെ പോകേണ്ട ആവശ്യം കൂടി ഇല്ല അവർക്ക്. എന്താവശ്യത്തിനാണ് അവർ പോയത്? കണ്ടില്ലേ, ആ കോഴിക്കോട്ടുള്ള വീട്ടിലും കണ്ണൂരിലുള്ള വീട്ടിലൊക്കെ, ഈ വിജയൻ്റെ കണ്ണൂരിലുള്ള വീട്ടിൻ്റെ മുമ്പിലൊക്കെ എന്താ ഒരു മറ്റേ CPM-ൻ്റെ അവിടുത്തെ ലോക്കൽ നേതാക്കന്മാർ വന്നിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കേട്ടില്ലേ? അല്ല, ഏതായാലും ഇതിനകത്ത് ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസി വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സന്ദേശ് ഖലിയിലെ ആക്രമണം ഈ ED ഉദ്യോഗസ്ഥരെയൊക്കെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ തൊട്ടുപിറകെ അന്വേഷണത്തിന് വന്നത് CBI ആണ്. പക്ഷെ ഇവിടെ വരാൻ പോകുന്നത് NIA ആണ് എന്നാണ് കേൾക്കുന്നത്. കാരണം FEMA വൈലേഷൻ അടക്കമുള്ള കുറ്റങ്ങളുണ്ട്. അപ്പോൾ NIA വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഗുരുതരമാവില്ലേ പ്രശ്നം? NIA ഇതിനു മുമ്പ് അന്വേഷിച്ച കേസുകളൊക്കെ സ്റ്റാൻഡ് സ്റ്റില്ലല്ലേ പ്രിയൻ? കാരണം ഇപ്പോൾ സ്വർണം കള്ളക്കടത്ത് നടത്തിയില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരുടെ ഒത്താശയോട് കൂടിയിട്ട്? എന്തായി ആ കേസ്? എവിടെ പോയി? നമ്മുടെ ആ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, സ്വപ്ന സുരേഷ്, അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം ജയിലിലിട്ടില്ലേ? അവരുടെ കൂടെ വേറെ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ? പിന്നെ കുറച്ച് ദിവസം ഇയാളും കിടന്നു തോന്നുന്നു ജയിലിൽ, നമ്മുടെ ശിവശങ്കരൻ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ആ കേസിന് എന്തായി? ഒന്നും നടന്നില്ലല്ലോ ആ കേസ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ NIA അല്ലേ അന്വേഷിച്ചത്, ഒന്നും ആയില്ലല്ലോ. ഇപ്പോഴും അതിങ്ങനെ എത്ര വർഷമായി? ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 സമയത്താണ് അത് കത്തി നിന്ന സമയം. ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്ത്. ഓർമ്മയില്ലേ? സെക്രട്ടേറിയറ്റിലെ ഡോക്യുമെന്റ്സ് റൂമൊക്കെ കത്തുപിടിച്ച് പോയി. പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ CCTV ക്യാമറയ്ക്ക് അതാ ചില സമയങ്ങളിലൊക്കെ ഓഫ് ചെയ്തിട്ടിരുന്നു. അതൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ ഇതെവിടെ പോയി ചെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഞാനൊരു എന്താ ഇതൊന്നുമല്ല, ശുഭാപ്തി വിശ്വാസക്കാരനൊന്നും അല്ല. പക്ഷേ ഈ കേസ് ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ 2G സ്പെക്ട്രം എന്ന് പറഞ്ഞ കേസിൽ വ്യക്തമായ തെളിവുണ്ട്. നമ്മൾ പുസ്തകം, ഡോക്യുമെൻസും പത്രക്കുറിപ്പുകളും മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
350 കോടി രൂപയുടെ അഴിമതിയാണ് കനിമൊഴി നടത്തിയിരുന്നത്. എവിടെ പോയി ആ കേസ്? ഇപ്പം അവരെ വെറുതെ വിട്ടില്ല. എന്നിട്ട് അതിലും വലിയ അഴിമതിയാണ് രാജ ചെയ്തത്. രാജ അയാളെ വെറുതെ വിട്ടില്ലേ? ആരെങ്കിലും ശിക്ഷിച്ചോ? അതും ഈ പറഞ്ഞ പോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBI എല്ലാം സംയുക്തമായിട്ട് അന്വേഷിച്ച കേസാണ്. ഇപ്പം ആരും അതിനെപ്പറ്റി മിണ്ടാനുള്ള സ്പെക്ട്രത്തിനെ പറ്റിയിട്ട്. അതെ, ഇതെന്താവും എന്തായാലും നോക്കി തന്നെ മനസ്സിലാക്കാം നമുക്ക്. അല്ല, ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും അവർക്ക് ഇഷ്ടം പോലെ സമയം കിട്ടിയിട്ടുണ്ട്. അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ CBIയോ NIAയോ കേസ് അന്വേഷിച്ച് വരും എന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ അവർ ഒരു തരി കടലാസ് പോലും ഇല്ലാതെ ഒക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തോന്നണില്ല ഇതിന് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുന്ന, ഞാൻ വിശ്വസിക്കണില്ല ഏതായാലും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.